നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും പരിശീലനം പൂർത്തിയാക്കിയവരുടെയും പ്രതിഷേധമുണ്ടായി. ഇന്ന് ഒരു ദിവസം 50 ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന ഗതാഗത മന്ത്രിയുടെ ഉത്തരവ് നിരവധി പേരെയാണ് വലച്ചത്. ആദ്യം അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. നമുക്കിവിടെ പൊതുവിൽ 49 ഡ്രൈവിംഗ് സ്കൂളാണുള്ളത്. 49 ഇന്ന് നമുക്ക് 107 പേരാണ് ഇവിടെ ടെസ്റ്റിന് വന്നിട്ടുള്ളത്. ഇവിടെ വരുന്ന കുട്ടികൾ രാവിലെ 5 മണി 6 മണിക്കൊക്കെ എത്തുന്നതാണ്. പ്രാഥമിക ആവശ്യം ചെയ്യാൻ പോലും നമുക്ക് നടത്താൻ പോലും ഇവിടെ ഒരു സൗകര്യമില്ല. അപ്പോൾ ഈ കുട്ടികൾ രാവിലെ 6 മണി വന്നിട്ട് ഇപ്പം രാവിലെയാണ് അറിയണത് 50 പേർക്ക് മാത്രമേ ടെസ്റ്റ് നടത്താൻ പറ്റുള്ളൂ. ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കുട്ടികൾ തന്നെ പല ദേശത്തു നിന്ന് വരുന്ന കുട്ടികളാണ്. ഇത് പല ആവശ്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇന്നത്തെ ടെസ്റ്റിന് വേണ്ടി വന്ന കുട്ടികളാണ് അധികം പേര്. പിന്നെ യാതൊരു സംവിധാനം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇത് പെട്ടെന്നുള്ളൊരു നടപടിയാണ്. ഇത് നമ്മുടെ സ്കൂളുകാരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കുട്ടികളെ ഞാൻ രാവിലെ 3 മണിക്ക് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് പോയി എല്ലാം കഴിഞ്ഞതിന് ശേഷം 7 മണിക്ക് ഇവിടെ എത്തിയതാണ്. എനിക്ക് ദിവസേന ഇതിൻ്റെ പേരിൽ പുറകിൽ നടന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതമാർഗ്ഗമാണ് നഷ്ടപ്പെടുന്നത്. എനിക്ക് ഒരു ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിപ്പം ഒരു ലോൺ എടുത്തൊരു വണ്ടി എടുത്ത് ഏതാണ്ട് 10-22,000 രൂപ ഒരു ഡ്രൈവർക്ക് കൊടുക്കുന്നു. ഞാൻ സ്വന്തമായിട്ട് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ എനിക്കതിന് ഒരു വരുമാനമായി. ഇപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടാണ് എനിക്ക് 87 ലൈസൻസ് കിട്ടിയതാണ്. നിർഭാഗ്യവശാൽ എൻ്റെ ലൈസൻസ് കളഞ്ഞു പോയി. ഞാനത് പഴയ റെക്കോർഡ് കൊല്ലത്ത് പോയി എടുത്തു. പക്ഷേ ഞാൻ റിന്യൂ ചെയ്തത് കഴക്കൂട്ടത്താണ്. ഇവിടെ ഒരു റെക്കോർഡ് പോലും കിട്ടാത്തതിനാണ് ഞാനിപ്പോൾ ബുദ്ധിമുട്ടേണ്ടി വരുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ എനിക്ക് ലേണേഴ്സ് കിട്ടിയിട്ട് ഏതാണ്ട് 3-4 മാസമായി. ഇനി അതിന് ഏതാണ്ട് 1-2 മാസം കൂടെ ഉള്ളൂ. ഈ 1-2 മാസത്തിനുള്ളിൽ ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വീണ്ടും ലേണേഴ്സ് എടുക്കണം. അതിനുവേണ്ടി ഞാൻ കാശ് മുടക്കണം. അറിഞ്ഞില്ല. ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് ഈ 50 പേർക്ക് ടെസ്റ്റ് നടത്തുള്ളൂ എന്നുള്ള കാര്യം അറിഞ്ഞത്. തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് പൊതുജനങ്ങൾക്ക്, ഈ മറ്റുള്ള ക്യാൻറ്റീനുകൾക്കും എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാർക്കും എല്ലാവർക്കും ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു തീരുമാനം പിൻവലിക്കുക തന്നെ ചെയ്യണം. ഇന്നലെ ഒരു 8-9 മണിക്കാണ് ഈ വിഷയങ്ങൾ നമ്മൾ മീഡിയ വഴി അറിയുന്നത്. പത്രങ്ങളില്ല. വെറും ന്യൂസ് കണ്ടപ്പോൾ മാത്രമാണ് ഈ 50 ടെസ്റ്റാക്കി ചുരുക്കിയെന്ന് പറയുന്നത്. നമ്മൾ പല ഓഫീസറുകളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ ഇതേ ചോദ്യം മീറ്റിങ്ങിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് നിങ്ങൾ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചോളി എന്നാണ് പറഞ്ഞത്. 180 ടെസ്റ്റുള്ള ഈ സ്ഥലത്ത് 50 ആളുകളെ ടെസ്റ്റേ നടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ 130 ആളുകൾ അനിശ്ചിതാവസ്ഥയിലാണ്. കാരണം അവർക്ക് ഡേറ്റ് ഇല്ല. ഇപ്പോഴേ ഏകദേശം 10-14,000 ആളുകൾ ഈ മലപ്പുറത്ത് ടെസ്റ്റ് ഡേറ്റ് കിട്ടാതെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. ഈ സമയത്ത് 3 മാസം ഫുള്ളാണ്, അതിൻ്റെ അപ്പുറത്ത് ഡേറ്റും ഇല്ല. ഈ സമയത്ത് ഈ 50 ടെസ്റ്റ് നടത്തിയാൽ ബാക്കിയുള്ള ആളുകളെ ടെസ്റ്റ് എങ്ങനെ നടത്തും എന്ന് ഇവർക്ക് അറിയുന്നില്ല. ഉദ്യോഗസ്ഥർ കൈ മലർത്തുകയാണ്. കാരണം അടുത്ത ദിവസം എപ്പോൾ നടത്തും എങ്ങനെയെന്നുള്ളതല്ല. ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ അല്ലെങ്കിൽ സ്വയം തൊഴിലെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇത് വലിയ മുതലാളിമാരൊന്നുമല്ല, സ്വന്തമായിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അവരുടെ സ്വയം തൊഴിൽ ഇല്ലാതാക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഇത് പുനഃപരിശോധിക്കണമെന്ന് ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇന്നലെ വന്നൊരു ഓർഡർ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ഓർഡറല്ല. അർദ്ധരാത്രി വന്നൊരു സർക്കുലറിന്റെ കാരണത്താൽ പെട്ടെന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു നിർദ്ദേശമാണ് 50 കുട്ടികളെ മാത്രം ടെസ്റ്റ് എടുത്താൽ മതി എന്നുള്ളത് തീരുമാനം. 2-3 മാസങ്ങൾക്ക് മുമ്പ് ഡ്രൈവിംഗ് പഠിച്ച് ഇന്നത്തെ ഡേറ്റിന് വേണ്ടി കുട്ടികൾ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന്. ഈ വരുന്ന കുട്ടികളെല്ലാം ഉദ്യോഗസ്ഥന്മാരുണ്ട്, വിദേശത്ത് പോകേണ്ട ആളുകളുണ്ട്, പല ആളുകളുണ്ട്. അവരൊക്കെ എല്ലാം നിർത്തി ഇന്ന് ഈ ടെസ്റ്റ് വന്നപ്പോഴാണ് മേലുദ്യോഗസ്ഥന്മാർക്ക് ഒരു സർക്കുലർ പറയുന്നു 50 പേർക്ക് മാത്രമേ ടെസ്റ്റ് നടത്താൻ സാധിക്കുകയുള്ളൂ. തീരുമാനം മന്ത്രി രാഷ്ട്രീയത്തിനോട് തീരുമാനിക്കുമ്പോൾ ഒരു സമയം എടുക്കാതെ, മെയ് മാസം മുതലാണ് പറഞ്ഞിരുന്നത്. അതിന് തന്നെ സമരങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് കേരളത്തിൽ മൊത്തം സംയുക്ത ട്രേഡ് യൂണിയന്റെ ഭാഗമായിട്ട് ടെസ്റ്റ് മൊത്തം ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുന്നതാണ് തീരുമാനിച്ചത്. ഇന്നലെ വൈകിട്ട് ഉത്തരവിറക്കി ഇന്ന് നടപ്പാക്കാനുള്ള തീരുമാനമാണ് തിരിച്ചടിയായത്. കോഴിക്കോട് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ കോലം കത്തിക്കുകയും ചെയ്തു. പ്രതിഷേധങ്ങളെ തുടർന്ന് പുതിയ നിർദ്ദേശം പിൻവലിക്കുകയും ചെയ്തു. സ്ലോട്ട് ബുക്ക് ചെയ്ത എല്ലാവർക്കും ടെസ്റ്റിന് അവസരം നൽകുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ പ്രതികരിച്ചു. അതേസമയം ഉത്തരവ് തിരുത്തി ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. വി വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, ഇത്ര തിടുക്കത്തിൽ ഒരു ഉത്തരവിറക്കി അത് നടപ്പാക്കാനുള്ള സാഹചര്യം എന്താണ്? അത് ആദ്യം പറയാം. എൽദോ, കഴിഞ്ഞ ദിവസമാണ് RTOമാരെയും അതോടൊപ്പം തന്നെ ജോയിന്റ് RTOമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഗതാഗത മന്ത്രി ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചത്. ഈ മീറ്റിംഗിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത്. അതായത് ഈ ടെസ്റ്റ് നടത്തുമ്പോൾ 50 ടെസ്റ്റുകൾ മതി ഒരു കേന്ദ്രത്തിൽ എന്ന നിലയ്ക്ക് ഇതിന്റെ എണ്ണം നിജപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം. ഈ തീരുമാനം ഇന്നലെ വൈകിട്ടോടുകൂടി ഉണ്ടാകുന്നു. അതിനുശേഷം രാത്രി തന്നെ ഈ ഉദ്യോഗസ്ഥർ ഈ വിവരങ്ങൾ അവരുടെ ഓഫീസുകളിൽ അറിയിക്കുന്നു. ഇന്ന് രാവിലെ പലരും എത്തുമ്പോൾ ടെസ്റ്റിനെത്തുമ്പോൾ
ഉദ്യോഗസ്ഥർ ഈ നിലയ്ക്ക്, അതായത് 50 ടെസ്റ്റുകൾ മാത്രം നടത്താൻ കഴിയൂ എന്ന നിലയിലേക്ക് എത്തുന്നു. അവിടെയാണ് വലിയ പ്രതിഷേധവും ആളുകളുടെ പരാതിയും ഉയർന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം മലയാളികളായ ആളുകൾ ഈ ടെസ്റ്റിന് വേണ്ടി മാത്രം നാട്ടിലേക്ക് വന്ന സ്ഥിതിയുണ്ട്. മാത്രവുമല്ല, ഈ ടെസ്റ്റിനെ തുടർന്ന് അവർക്ക് മറ്റു പല കാര്യങ്ങളും തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെയും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ കുഴപ്പത്തിലാകുന്ന നിലയിലാക്കിയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. പക്ഷെ മന്ത്രി ഈ വിവരം പുറത്തു വന്നു. ഇന്ന് രാവിലെ ഇത്രയും വലിയ പ്രതിഷേധമുണ്ടാകുമ്പോൾ മന്ത്രി അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത് ഇങ്ങനെ ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിട്ടില്ല. ഇന്നലെ യോഗം ചേർന്നിരുന്നു, അതിൽ തീരുമാനമുണ്ടായി. പക്ഷേ ഇന്ന് തന്നെ നടപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന കാര്യമാണ് മന്ത്രി പറയുന്നത്. മാത്രവുമല്ല, ഈ വിവരം ചോർത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് കൂടി അദ്ദേഹം പറയുന്നു. പക്ഷേ വലഞ്ഞത് പൊതുജനമാണ്. ഈ തീരുമാനം ഇങ്ങനെയാണ്, അതായത് 180ഓളം ടെസ്റ്റുകൾ വരെ ചില RTO ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട്. മാക്സിമം 180 ടെസ്റ്റുകൾ വരെ നടക്കുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഈ 50 എന്ന സംഖ്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് വലിയ തോതിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം അടുത്ത 3 മാസത്തേക്കുള്ള എണ്ണം തന്നെ ഇത് തികഞ്ഞു. ഇനിയും ആളുകൾ, നേരത്തെ അപേക്ഷിച്ച ആളുകൾ, അവർക്ക് എപ്പോൾ ടെസ്റ്റ് നടത്താൻ കഴിയും എന്നത് പോലും വ്യക്തമല്ല. ഇത്രയും എണ്ണം കുറച്ചത് കാരണം വലിയ പ്രതിസന്ധി നേരിടുന്നതായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പറയുന്നുണ്ട്. ഇപ്പോൾ ജില്ലാ കേന്ദ്രങ്ങളിൽ 3 RTOമാരുണ്ട്. സബ് കേന്ദ്രങ്ങളിൽ RTO ഓഫീസുകളിൽ 2 പേരാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായി ഉള്ളത്. ജില്ലാ കേന്ദ്രങ്ങളിൽ 3 പേരാണുള്ളത്. ഇവിടങ്ങളിൽ ഇവർക്ക് ഒരു ഉദ്യോഗസ്ഥന് നടത്താവുന്ന പരമാവധി ടെസ്റ്റുകളുടെ എണ്ണം 30 കുറച്ചിട്ടുണ്ട്. ആകെ നടത്താവുന്ന എണ്ണം 50. ആ നിലയ്ക്കൊരു നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നു വരുന്നു. മാത്രവുമല്ല, ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നേരത്തെയും ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു. അത് മെയ് മാസത്തോടുകൂടിയാണ് നടപ്പാകുന്നത്. ഇപ്പോഴുള്ള ഡ്രൈവിംഗ് പഠനത്തിന് അത് കാര്യക്ഷമമാക്കാൻ കൂടുതൽ സംവിധാനം അല്ലെങ്കിൽ കൂടുതൽ രീതി, ആളുകൾ കുറച്ചുകൂടി നന്നായി ഡ്രൈവ് ചെയ്താൽ മാത്രമേ അവർക്ക് ലൈസൻസ് കിട്ടൂ എന്ന നിലയ്ക്കുള്ളൊരു തീരുമാനം. ആ പരിഷ്കാരം കൊണ്ടുവന്നതിനെ ആളുകൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പൊതുവിൽ സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കൃത്യമായി ഡ്രൈവിംഗ് പഠിച്ച് പാർക്ക് ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ചുകൊണ്ട് മാത്രം തന്നെയാണ് റോഡിൽ പൊതുനിരത്തിൽ എത്തേണ്ടത്. പക്ഷേ ഈ പഠിപ്പിക്കുന്നവരുടെ ഇത്രയും കാലം ദീർഘകാലമായി ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തുന്ന ആളുകളുണ്ട്. അവിടെ ആ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇനി അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കേണ്ടത് ബിടെക് കഴിഞ്ഞവരോ പാസ്സായവരോ. ഇടപെടുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമയായിട്ടുള്ള സുധീർ ഇപ്പോൾ സ്പോട്ട് ലൈവിലുണ്ട്. സുധീർ, നമസ്കാരം. ഈ പുതിയ പരിഷ്കാരം ഏതൊക്കെ തരത്തിലാണ് ഈ പ്രതിഷേധത്തിന് കാരണമാകുന്നത്? എന്തൊക്കെയാണ് നിങ്ങളുടെ പരാതികൾ? ഞങ്ങളുടെ പരാതി എന്ന് പറയുന്നത്, ഞാൻ AKMTSന്റെ കായംകുളം യൂണിറ്റ് പ്രസിഡന്റാണ്. ഓക്കെ, നിസാം. അപ്പം നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, നിലവിൽ ഇപ്പോൾ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൂടാതെ മെയ് 1 മുതലാണ് പുതിയ പരിഷ്കാരങ്ങൾ വരുന്നതെന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. പക്ഷെ അതിനു മുമ്പായിട്ട് തന്നെ ഇപ്പൊ തന്നെ ലേണേഴ്സിന്റെ സ്ലോട്ട് കുറച്ചിരിക്കുകയാണ്. 60, 120, 150 കുട്ടികളോളം ലേണേഴ്സ് എഴുതിക്കൊണ്ടിരുന്ന കായംകുളം RTO ഓഫീസിൽ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് അവർ 30 പേരായിട്ട് ചുരുക്കിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ 50 പേരെ മാത്രമേ ടെസ്റ്റ് നടത്തുകയുള്ളൂ എന്നുള്ള ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് കിട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്നവിടെ ടെസ്റ്റ് ബഹിഷ്കരിക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരം നടത്തി. ലാസ്റ്റ് അദ്ദേഹത്തിന്റെ മന്ത്രിയുടെ ഉത്തരവ് പിൻവലിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഞങ്ങൾ ടെസ്റ്റ് ഇന്ന് 56 പേരുണ്ടായിരുന്നു. 56 പേരുടെ ടെസ്റ്റ് ഇന്ന് നടത്തി ഞങ്ങൾ പിരിഞ്ഞിരിക്കുകയാണ്. അല്ല സുധീർ, ഒരു സംശയം. അതായത് ഇപ്പൊ നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കും അല്ലെങ്കിൽ അവിടെ ജീവനക്കാർക്കുമുള്ള പ്രതിഷേധത്തിന്റെ സാഹചര്യം എന്താണ്? പ്രത്യേകിച്ച് 50 പേരായി ടെസ്റ്റ് നിജപ്പെടുത്തിയാൽ എങ്ങനെയാണ് ഈ തൊഴിൽ നഷ്ടപ്പെടുമെന്നുള്ളതാണല്ലോ പ്രധാന ആരോപണമായി നിങ്ങളുടെ ഭാഗത്ത് ഉന്നയിക്കപ്പെടുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുക? തൊഴിൽ നഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഈ 50 പേരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് ഈ സ്ലോട്ട് ബുക്ക് ചെയ്ത് പല വിദ്യാർത്ഥികളും ഡേറ്റ് എടുത്തിരിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഓരോ ദിവസങ്ങളും അങ്ങനെയാണല്ലോ. അതെ. അപ്പൊ ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പാണ് ഡേറ്റ് എടുക്കുന്നത്. ഡേറ്റ് എടുത്തിട്ട് ഇന്ന ഡേറ്റിൽ ഇത്ര പേരെ നമ്മൾ കറക്റ്റ് ചെയ്ത് പഠിപ്പിച്ച് പരിശീലനം നൽകി ടെസ്റ്റിന് വരുമ്പോൾ അന്ന് നടക്കില്ല, 50 പേരെ നടക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ്? ഇന്ന് 61 പേരുടെ ലിസ്റ്റാണ് നമുക്ക് കായംകുളത്ത് കിട്ടിയത്. അപ്പൊ അവർ നടത്താതെ വരുന്നാൽ നമുക്ക് ഈ ബാക്കി വരുന്ന 11 പേര് മടങ്ങി പോണ്ടി വരത്തില്ലേ? അത് ആരാണ് സഹിക്കുന്നത്? ആരെങ്കിലും സഹിക്കുമോ? അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. മാത്രമല്ല, പരിഷ്കരണങ്ങൾ നടത്തുന്നതിന് നമുക്ക് വിരോധങ്ങളൊന്നുമില്ല. പക്ഷേ പരിഷ്കാരങ്ങൾ നടത്തുമ്പോൾ സർക്കാർ തലത്തിൽ തന്നെ അതിനുള്ള സംവിധാനം ഒരുക്കി തരണം.
ഇപ്പൊ പല മേഖലകളിലും നടക്കുന്ന സ്വകാര്യ വസ്തുവിലാണ് ഈ ടെസ്റ്റ് നടക്കുന്നത്. അതുകൊണ്ട് ആ ടെസ്റ്റിന് ഞങ്ങൾക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഫെസിലിറ്റി ഉണ്ടാക്കി ഗവൺമെന്റ് തന്നെങ്കിൽ മാത്രമേ നമുക്ക് അവർ പറയുന്ന രീതിയിൽ നമുക്ക് ടെസ്റ്റ് നടത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾ പഠനത്തിന് വരാൻ മടിക്കും. കാര്യം ഇപ്പോൾ വാങ്ങിക്കുന്ന ഫീസ് വാങ്ങിച്ച് പഠിപ്പിക്കാൻ പറ്റില്ല. അന്നത്തെ ആ സാഹചര്യത്തിൽ അന്നത്തെ ഫീസ് വാങ്ങിച്ച് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർക്ക് പഠിക്കാനുള്ള ഇത് വരാനും ബുദ്ധിമുട്ടാണ്. അതാണ് എന്റെ കാര്യം. അല്ല, അപ്പൊ മെയ് 1-ാം തീയതിയാണ് ഇത് നടപ്പിലാക്കാൻ പോകുന്നത് എങ്കിൽ ഇനി മെയ് 1-ാം തീയതി വരെ ഒരു സാവകാശം കിട്ടിയാൽ അതുകൊണ്ട് നിങ്ങൾ തൃപ്തരാണോ? അല്ല, മെയ് 1-ാം തീയതി തുടങ്ങിയാലും ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങള് ഇനി കോടതിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു മിനിസ്റ്റർ ഒരു സമയത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഇന്നുപോലെ ഉത്തരവിറക്കി കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. കേരളത്തിലെ ഏകദേശം 6000 പ്രൈമറി സ്കൂളുകളുണ്ട്. ഇത്രയും പ്രൈമറി സ്കൂളുകളും കൂടെ ഇവിടെ ഞങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ സ്തംഭിപ്പിക്കും. മൊത്തം ട്രെയിനിങ് ടെസ്റ്റുകൾ പല ടെസ്റ്റുകളും നടന്നിട്ടില്ല. പിന്നെ രണ്ടാമത് ഉത്തരവിറങ്ങിയതിന് ശേഷമാണ് ടെസ്റ്റുകളൊക്കെ നടത്തിയത്. ഉദ്യോഗസ്ഥരെ നമ്മളെ പഴിച്ചിട്ട് കാര്യമില്ല. അതായത് ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരെ പഴിച്ചിട്ട് കാര്യമില്ല. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ നേതൃത്വം ഇത് ഗവൺമെന്റ് അല്ലെങ്കിൽ അതിന്റെ വകുപ്പ് മന്ത്രി ഇതിന് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാത്തതിൽ ഉണ്ടായ ഒരു പ്രതിഷേധമാണ് ഇന്നുണ്ടായത്. അല്ല, വേണ്ടത്ര സാവകാശം ലഭിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ലേ? നിങ്ങൾക്ക് അത്രമാത്രം പ്രശ്നമുണ്ടാകുന്ന തീരുമാനമാണോ, പരിഷ്കാരമാണോ ഇപ്പോൾ ഇറക്കിയത്? അല്ലെ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പരിഷ്കാരങ്ങൾ ഇവിടുത്തെ സിസ്റ്റത്തിലാണ്. ഇത് കൺട്രിയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അതിനുള്ള ഫെസിലിറ്റി ഞങ്ങൾക്ക് ഒരുക്കി തന്നാൽ നടത്താൻ പറ്റും. അത് പ്രശ്നമുള്ള കാര്യം. അതുപോലുള്ള ഫെസിലിറ്റി ഗവൺമെന്റ് വസ്തു കണ്ടെത്തി, ഗ്രൗണ്ട് കണ്ടെത്തി ഗവൺമെന്റ് ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനം ഒരുക്കി തന്നാൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അല്ലാതെ ഡ്രൈവിംഗ് സ്കൂളുകാരെ കൊണ്ട് ഇത്രയും വലിയ എമൗണ്ട് ഒന്നും മുടക്കി നമുക്ക് ഗ്രൗണ്ട് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുകയില്ല. ഈ മറ്റ് പരിഷ്കാരങ്ങളിലോ ഇപ്പോൾ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ അത് ഉപയോഗിക്കാൻ പാടില്ല, ഈ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ, ഇതിനെയൊക്കെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ഈ ഡ്രൈവിംഗ് സ്കൂളുകാരെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രതികൂലമായി. ഇപ്പം 15 വർഷം കഴിഞ്ഞ വണ്ടി മൊത്തത്തിൽ നിരോധിക്കുകയാണെങ്കിൽ ഓക്കെ, ഞങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറാണ്. ഡ്രൈവിംഗ് സ്കൂളുകാരുടെ വണ്ടി മാത്രം 15 വർഷം കഴിഞ്ഞ് ഇറക്കാൻ പാടില്ല, മറ്റു വണ്ടികൾ ഓടിക്കാമെന്ന് പറയുമ്പോൾ എന്തോ പരിഷ്കാരങ്ങൾ അതിനെപ്പറ്റി പറയാം. അതെന്താണ് ഞങ്ങൾ അതിനെപ്പറ്റി പറയേണ്ടത്? അത് ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി നേതൃത്വങ്ങളൊക്കെ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി ഗവൺമെന്റുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ കോടതിയായിട്ട് ഞങ്ങൾ ഇടപെടും. കോടതിക്ക് അതിന്റെ കേസിന് പോകാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, അപ്പോൾ എന്താണെങ്കിലും ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. കൂടുതൽ നിയമപരമായി നീങ്ങാനാണ് നിങ്ങളുടെ തീരുമാനം? തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് എതിർപ്പുകളൊന്നുമില്ല. ഓക്കെ, റൈറ്റ്. സുധീർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയാണ് ഇപ്പോൾ പ്രതികരിച്ചത് കായംകുളത്ത് നിന്ന്. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഇപ്പോൾ ഈ സുധീർ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു തീരുമാനം ഇത് ഇത്ര തിടുക്കത്തിൽ നടത്താനുള്ളൊരു കാര്യമാണോ യഥാർത്ഥത്തിൽ പാളിപ്പോയത്? മാത്രമല്ല, ഈ ഉത്തരവ് പിൻവലിച്ചു എന്ന് പറയുന്നു, പക്ഷേ ഉത്തരവ് തിരുത്തി ഇറക്കിയിട്ടുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണോ? എൽദോ, നമ്മൾ ഇന്ന് രാവിലെ പോയത് കഴക്കൂട്ടത്തെ സബ് ഓഫീസിലാണ്. അവിടെ RTOയുടെ ഓഫീസിലാണ് പോയത്. അവിടെ ഉദ്യോഗസ്ഥർ കൈക്കൊണ്ടൊരു നിലപാട്, അതായത് ഒരു തരത്തിലും അവർ ടെസ്റ്റിന് തയ്യാറാകുന്നില്ല. അതായത് 50 പേരുടെ ടെസ്റ്റ് പോലും ഇന്ന് അവിടെ നടന്നില്ല എന്നതാണ്. കാരണം ഈ ഉത്തരവിലെ അവ്യക്തത, ഇങ്ങനെ ഒരു തീരുമാനം വന്നു, ആ തീരുമാനം സ്ഥിരീകരിക്കപ്പെട്ടു, രാവിലെ മന്ത്രി അതിന് തിരുത്തൽ നൽകുന്നു, ഇപ്പോൾ തന്നെ നടത്തണമെന്ന് പറഞ്ഞില്ല. കാരണം ഇന്നലത്തെ യോഗത്തിൽ അവ്യക്തത ഉണ്ടായിരുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഉദ്യോഗസ്ഥരെ വിളിക്കുകയും ഇനിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുകൾ 50 എണ്ണമാക്കി നിജപ്പെടുത്തുകയും ചെയ്യണമെന്ന നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അത് പ്രാബല്യത്തിൽ വന്നു എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയതെന്ന് വേണം നമുക്ക് കരുതാൻ. ഏതായിരുന്നാലും ഉദ്യോഗസ്ഥർ ഈ 50 എന്ന എണ്ണത്തിൽ രാവിലെ കടുംപിടുത്തം പിടിച്ചു. വന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഈ ടെസ്റ്റിന് വന്ന ആളുകളും അവരെല്ലാം തന്നെ ഇതിൽ പ്രതിഷേധിച്ചു, മുദ്രാവാക്യം വിളിയുണ്ടായി. ഏതായിരുന്നാലും നമ്മൾ അവിടെ തുടരുന്ന സമയം വരെ ഒരു ടെസ്റ്റ് പോലും അവിടെ നടന്നിരുന്നില്ല. മന്ത്രി പിന്നീട് കാര്യങ്ങൾ വിശദീകരിച്ച് വിവരങ്ങൾ ചോർത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇന്നലെ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയപ്പോൾ അതിന്റെ എന്ന് മുതലാണ് ഇത് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് എന്ന കാര്യം പറയാതെ പോയത്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിരുന്നു, ആ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഏതായിരുന്നാലും ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ തലയിലാണ് മന്ത്രി കാര്യങ്ങളെല്ലാം കൊണ്ടുവയ്ക്കുന്നത്. മറ്റൊരു വശം, ഇതിന്റെ മറ്റൊരു വശം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ലൈസൻസുകൾ ലഭിക്കാൻ ബുദ്ധിമുട്ടാകുന്നത് വാഹന വിപണിയെയും ബാധിക്കുമെന്ന തരത്തിലുള്ള വിലയിരുത്തലുണ്ട്. അതായത് ലൈസൻസുകൾ ഓരോ ദിവസം കൊടുക്കുന്ന പുതിയ ലൈസൻസുകൾ അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തുന്നതിന്റെ എണ്ണം കുറയ്ക്കുന്നു, 50 കുറയ്ക്കുന്നു. ഡ്രൈവിംഗ് സ്കൂളുകളിൽ വലിയ മാറ്റം വരുത്തണമെന്ന നിർദ്ദേശമാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഉള്ള പരിശീലനം
കൂടുതൽ കടുപ്പമേറിയതായി മാറും. മെയ് 1 മുതൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പോവുകയാണ്. അതായത് ഇതുവരെയുള്ള ഇത്രയും കാലം തുടർന്നു വന്ന പരിശീലനമായിരിക്കില്ല ഇനി മുതൽ അങ്ങോട്ട് കടുപ്പമുള്ള രീതികളൊക്കെ ആയിരിക്കും. ഒരു ഭാഗം നോക്കുമ്പോൾ അത് ശരിയുമാണ്, വളരെ ശരിയായ കാര്യമാണ്. കാരണം റോഡിൽ വാഹനവുമായി ഇറങ്ങുന്നവർ ഒരിക്കൽ കൂടി ഇടപെടുന്നു വിനോദ്. ഞാൻ ഈ കഴക്കൂട്ടത്ത് നിന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമ അനിൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അനിൽ, ഈ ഇത്രമാത്രം പ്രതിഷേധം, അതായത് ഗതാഗത മന്ത്രിയുടെ കോലം കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സംസ്ഥാനത്ത് പല ഇടങ്ങളിലായി. അപ്പോൾ ഇത്രമാത്രം ഒരു പ്രതിഷേധത്തിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നോ? ഈ തിരക്കിട്ട് നടപ്പിലാക്കി എന്നുള്ളതാണോ പ്രശ്നം? തിരക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്നുള്ള ഒരു ഉത്തരവ് വന്നതിലാണുള്ള പ്രതിഷേധമാണ്. അപ്പോൾ സാവകാശമുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ല, സാവകാശം അതിനുള്ള ഈ കുട്ടികളെല്ലാവരും ഇന്നത്തെ ദിവസത്തേക്ക് സ്ലോട്ട് ബുക്ക് ചെയ്ത് വന്ന കുട്ടികളാണ്. പല ആൾക്കാർ പല ജില്ലയിൽ നിന്നും വന്നവരും സ്റ്റേറ്റ് വിട്ടു വന്നവരും ഒക്കെ ആയിരുന്നു. അപ്പൊ അവർക്ക് ഇന്ന് ടെസ്റ്റിന് കയറാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ടാണ് പ്രതിഷേധമായിട്ട് വന്നത്. 50 പേര് ഇവിടെ തന്നെ 103 പേരെന്തോ ഇന്നത്തെ ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു. സ്ലോട്ട് ബുക്ക് ചെയ്ത് വന്നവരായിരുന്നു. അതിൽ 50 പേരെ മാത്രമേ കയറ്റുകയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഇന്നൊരു പ്രതിഷേധ സംഘടിപ്പിച്ചത്. അനിൽ, ഈ നിങ്ങളുടെ പിന്നെ അസോസിയേഷന്റെ ഒരു പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന്, ഈ പരിഷ്കാരം നടപ്പിലായാൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിന്റെ ഒരു സാഹചര്യം എന്താ? അതിന്റെ ഒരു അങ്ങനെ ഒരു പ്രസ്താവനയുടെ കാര്യം എന്താണ്? അല്ല, ഇതില് ഒരുപാട് പേര് ഈ പാരമ്പര്യമായിട്ടാണ് ഈ തൊഴിൽ ചെയ്ത് വരുന്നത്. ഇപ്പൊ പുതിയ നിയമം അനുസരിച്ച് ഒരേക്കർ സ്ഥലവും അതിനുവേണ്ട സൗകര്യങ്ങളും ഗ്രൗണ്ടും എല്ലാം നമ്മൾ ഒരുക്കണമെന്നാണ് പറയുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത് മെയ് 1 മുതൽ അങ്ങനെയുള്ള ആരംഭിക്കുമെന്നും പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ സ്ഥലവും കണ്ടെത്തിയിട്ടില്ല. ടെസ്റ്റും പുതിയ രീതിയിൽ നടത്തുമെന്നുള്ള രീതിയിലുള്ള ഒരു സംരംഭവും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ പഴയ ആൾക്കാർക്ക് ഇതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലല്ലോ. അപ്പൊ നമുക്ക് പഴയ ആൾക്കാർക്ക് ഒരുപാട് ബാധിക്കും, ജോലി ഒരുപാട് ബാധിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ പല ഡ്രൈവിംഗ് ടെസ്റ്റുകളും നടക്കുന്നത് ഈ ഏതെങ്കിലും ഒരു പൊതു ഗ്രൗണ്ടുകളിലോ അല്ലെങ്കിൽ സ്കൂൾ മൈതാനങ്ങളിലോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെയൊക്കെ ഇടങ്ങളിലാണല്ലോ നടക്കുക. അപ്പോൾ അവിടുത്തെ ഒരു തറവാടകയൊക്കെ നൽകുന്നതാരാണ് അപ്പോൾ? അല്ല, ഇതിപ്പം നമ്മുടെ ഈ കഴക്കൂട്ടത്തിനെ സംബന്ധിച്ച് ഒരു ഗവൺമെന്റിന്റെ അധീനതയിലുള്ള സ്ഥലത്താണ് നടക്കുന്നത്. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അടുത്തായിട്ട്. മറ്റിടങ്ങളിലോ? മറ്റിടങ്ങളിലും വേറെ വാടകയൊന്നും, എല്ലാം പ്രൈവറ്റ് ആയിട്ട് നടത്തുന്നതെല്ലാം സ്കൂളുകാർ സംഘടിപ്പിച്ചു കൊടുത്തുള്ള സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. പ്രൈവറ്റ് ആയിട്ട് നടക്കുന്നതെല്ലാം സംഘടിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്കൂൾ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ചെലവിൽ. അതെ. ബാക്കിയെല്ലാം ഈ ആറ്റിങ്ങിലാണെങ്കിൽ കോർപ്പറേഷന്റെ സ്ഥലത്താണ് നടത്തുന്നത്. അതും വാക്കാലുള്ള ഇതിലാണ് നടത്തുന്നത്. മറ്റേ ഗ്രൗണ്ടിലാണ്, മാമത്ത് ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. നമ്മുടെ ഇവിടെ ഈ സർക്കാരിന്റെ നേരത്തെ എല്ലാം ഈ പുറമ്പോക്ക് സ്ഥലങ്ങളിലായിരുന്നു, റോഡിന്റെ വശത്തൊക്കെ ആയിരുന്നു. ഇപ്പോൾ സർക്കാർ അത്തരത്തിലൊരു സ്ഥലം കണ്ടെത്തി ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള വേണ്ടത്ര ഫലപ്രദമായിട്ടുള്ള ഈ പരിഷ്കാരത്തിനനുസരിച്ചുള്ള ട്രാക്ക് തയ്യാറാക്കുകയാണെങ്കിൽ അതിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ലേ? അതെ, സർക്കാർ അങ്ങനെ നടത്തണമെന്ന് നമ്മൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ നടത്തുന്നതിൽ നമുക്ക് യാതൊരു എതിർപ്പുമില്ല. ഈ 50 പേരായി നിജപ്പെടുത്തുന്നതിൽ എതിർപ്പുണ്ടോ? ഇല്ല സാർ, അതിനും നമുക്ക് എതിർപ്പില്ല. കുട്ടികളുടെ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ചെയ്തതിലാണ് ഇപ്പോൾ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഈ എന്താണ് മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? നാളത്തെ കാര്യമൊക്കെ എന്തെങ്കിലും സംസാരിച്ചോ? അവർ കൂടുതൽ അലോട്ട്മെന്റ് തരുന്നുണ്ടോ? അല്ല, ഇപ്പം ഒരു വാർത്തയിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് മന്ത്രി ഉത്തരവ് പിൻവലിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഓർഡറൊന്നും വന്നിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് രാവിലെ നമ്മൾ നിന്നപ്പോൾ അറിയാൻ സാധിച്ചത്. പിന്നെ എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല. നാളെ അവധി ദിവസമാണ്. നാളെ ടെസ്റ്റ് ദിവസമായിരുന്നു. അല്ല, 3 ദിവസം നാളെ ഇനി അവധിയാണ്. ഗവൺമെന്റ് ഹോളിഡേസ് അല്ല, ഇനി തിങ്കളാഴ്ച ടെസ്റ്റ് ഉള്ളു. അപ്പം അതിന് മുന്നേ ഒരു വിവരം അറിയിക്കുന്നുള്ള ഇതിലാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. തിങ്കളാഴ്ച ആയിരുന്നാലും ഈ സംവിധാനം തന്നെ ഈ 50 പേരാണെന്നുണ്ടെങ്കിൽ ആർക്കും കയറാൻ പറ്റില്ല. 100 ചില്ലുവാനും പേർക്ക് ലിസ്റ്റിൽ പേരിലിട്ടിട്ടേ ബാക്കി 50 പേര് കെട്ടുന്നത് ബാക്കിയുള്ളവർ എവിടെ പോകുമെന്നുള്ളതാണ് ചോദ്യം. ഇന്നും ചോദിക്കുന്നത്, അന്നും ചോദിക്കാൻ ഇങ്ങനെ തന്നെ ചോദിക്കേണ്ടി വരും. ഓക്കെ അനിൽ, ഈ 15 വർഷം പഴക്കമുള്ള വാഹനം ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് പാടില്ല, അത് ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം, അതിനെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുക? അതിനെ 15 വർഷമായ വാഹനങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതിനാണ്. പുതിയ വാഹനങ്ങൾ വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ അതിനെ അംഗീകരിക്കുന്നത്. അതിനോട്ട് നമ്മൾ കടമെടുത്തില്ല. പഴയ വാഹനങ്ങൾ ഒഴിവാക്കട്ടെ, കുട്ടികൾ പുതിയ വാഹനങ്ങളോട്ട് വന്നോട്ടെ. പക്ഷെ അതിനൊന്നും നമുക്ക് എതിരില്ല. പക്ഷേ എന്തോ കാരണം ഉണ്ടെങ്കിൽ ഒരു മുന്നറിയിപ്പ് നമുക്ക് തരണമല്ലോ. അതില്ലാതെ ചെയ്യുന്നതിലാണ് ഒരു പ്രതിഷേധം വരുന്നത്. ഇത് മന്ത്രിയുടെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമാണോ അതോ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായിട്ടാണോ നിങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ?
ഇതിപ്പം ഇന്നലത്തെ വാർത്ത കേട്ട് അറിയുന്നത് മന്ത്രിയുടെ ഏകാധിപത്യമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അനിലാണ് കഴക്കൂട്ടത്ത് നിന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമയാണ് പ്രതികരിച്ചത്. വിനോദ്, ഇപ്പോൾ അനിൽ സൂചിപ്പിച്ചതുപോലെ അവർ തയ്യാറാണ്. ഈ പരിഷ്കാരങ്ങൾ അത് വേണ്ടത്ര സാവകാശം ലഭിച്ചാൽ അത് നടപ്പാക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. ഒപ്പം സർക്കാർ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള ഗ്രൗണ്ടും സ്ഥലമൊക്കെ ഈ ശരിയാക്കി കൊടുത്താൽ അവർക്കത് എതിർപ്പില്ല. പക്ഷേ ഇത്ര പെട്ടെന്ന് അതൊക്കെ സാധ്യമാകുമോ എന്നുള്ള ചോദ്യമുണ്ടല്ലോ. ഇപ്പം മെയ് 1-ാം തീയതി ആണെങ്കിൽ പോലും ഇനി 2 മാസം മാത്രം ബാക്കി നിൽക്കെ സർക്കാരിന് അത്തരത്തിൽ ഈ സംസ്ഥാനത്തുടനീളം അങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള സാഹചര്യമൊക്കെ ഒരുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പ്രായോഗികമാണോ? എൽദോ, ഇതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പരിഷ്കാരത്തിന്റെ ഭാഗമായി തന്നെ പറയേണ്ടത് ബിടെക് യോഗ്യത അല്ലെങ്കിൽ ബിടെക് ബിരുദമോ അല്ലെങ്കിൽ തത്തുല്യമായ ആ നിലയ്ക്കുള്ള യോഗ്യതയോ ഉള്ള ആളുകൾ ആണ് ഇനി ഡ്രൈവിംഗ് പരിശീലിപ്പിക്കേണ്ടതെന്ന ഒരു തീരുമാനം ഗതാഗത വകുപ്പ് കൈക്കൊണ്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെയും വർഷങ്ങളായി ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തുന്ന ആളുകളുണ്ട്. പ്രായമായ ആളുകളൊക്കെയും ഈ വർഷങ്ങളായി നടത്തുന്ന ആളുകൾ അവരിപ്പോഴും അങ്ങനെ ആളുകളെ പരിശീലിപ്പിക്കുന്നുണ്ട്. ഇവർക്കൊന്നും ഈ ബിരുദം എന്തായാലും ഇല്ല. പക്ഷേ അവർ നന്നായി ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആളുകളാണ്, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അവരാരും മോശം ഡ്രൈവർമാരല്ല എന്ന കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അവർ അവരുടെ സ്ഥാപനത്തിൽ ഇനി ബിടെക് ബിരുദമോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യതയോ ഉള്ള ആളിനെ വെക്കണം എന്ന് പറയുമ്പോൾ വലിയൊരു തുക ആ ആളിന് കൂടി നൽകേണ്ടി വരും. തത്വത്തിൽ ഒരുപക്ഷെ ഇവർ തന്നെയായിരിക്കും വീണ്ടും ഡ്രൈവിംഗ് പഠിപ്പിക്കുക. അങ്ങനെ ഒരാൾ വന്നാൽ തന്നെയും ആ സ്ഥാപനത്തിൽ, അതായത് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ഡിഫാമുള്ള ആളുകളെ നിർത്തുകയും അവിടെ സാധാരണ മറ്റ് തൊഴിലാളികൾ മരുന്നെടുത്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി, ആ രീതി തന്നെയാകും ഈ ഡ്രൈവിംഗ് മേഖലയിലേക്കും വരിക എന്നത്. ഇത് ഇവർക്ക് ഉണ്ടാക്കുന്ന സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു കാര്യം അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമുക്ക് മരുന്ന് നൽകുന്ന ഒരു കാര്യം, അതിന്റെ ഒരു ഗൗരവം ഒക്കെയുമുണ്ട്. അതുപോലെ ഡ്രൈവിംഗ് പഠിക്കുമ്പോഴും നിരത്തിൽ ഓടിക്കുമ്പോഴും ആളുകൾക്ക് അപകടമുണ്ടാകാതെ കാര്യങ്ങൾ നന്നായി പോകണം, വാഹനാപകടങ്ങൾ ഒഴിവാക്കണം. അവർ പറയുന്ന ഒരു കാര്യം, ഈ പുതിയ പരിശീലന മുറ, പുതിയ സംവിധാനം കൊണ്ടുവരുന്നു. അതായത് പരമ്പരാഗതമായി നമ്മൾ എച്ചെടുക്കുന്നത് പോലെ അല്ലെങ്കിൽ എട്ടെടുത്ത് പോകുന്നത് പോലെ അങ്ങനെയൊന്നുമല്ല, പരിഷ്കരിച്ച രൂപത്തിൽ വരികയാണ്. വിദേശ രാജ്യങ്ങളിൽ നടപ്പാക്കുന്നത് പോലെ ശാസ്ത്രീയമായ സംവിധാനം കൊണ്ടുവരികയാണ്. ആ സംവിധാനം പഠിപ്പിക്കുന്നതിന് ബിടെക് ബിരുദധാരി വേണോ എന്നൊരു ചോദ്യം ഇവർ ചോദിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നടത്തുന്ന ആളുകൾക്ക് അത്രയും നന്നായി വാഹനം ഓടിക്കാൻ അറിയാവുന്ന അധ്യാപകരുണ്ടെങ്കിൽ അവർ തന്നെ അത് പഠിപ്പിച്ചാൽ പോരെ എന്നൊരു ചോദ്യം. മറ്റൊന്ന്, ഈ ലൈസൻസിലെ കുറവ് വരുമ്പോൾ വിപണിയെ ബാധിക്കുന്ന മറ്റൊരു വിലയിരുത്തലായി വരുന്നതാണ്. വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നതിന്റെ എണ്ണം വലിയ തോതിൽ കുറയുമെന്ന ഒരു കാര്യം കൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം ലൈസൻസുകളുടെ എണ്ണം കുറയ്ക്കുന്നു, ലൈസൻസ് എടുക്കാനുള്ള പരീക്ഷ അത് കൂടുതൽ കടുപ്പമുള്ളതാകുന്നു. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇന്നുണ്ടായ സംഭവം, സ്ലോട്ട് നൽകിയവർക്ക് പോലും അവർക്ക് ഇന്ന് ടെസ്റ്റ് നടത്താൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥയാണ്. അവർക്കിനി എന്ന് സ്ലോട്ട് കിട്ടും, എപ്പോൾ അവർക്ക് ലൈസൻസ് കിട്ടും എന്ന കാര്യത്തിലൊന്നും ഒരു ഉറപ്പുമില്ല. ഇനി 3 മാസത്തേക്കുള്ള സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അത് 50 കുറയ്ക്കുമ്പോൾ 180 ടെസ്റ്റുകൾ നടക്കേണ്ട സ്ഥലത്ത് ഒരു കേന്ദ്രത്തിൽ 50 കുറയ്ക്കുമ്പോൾ ഏതാണ്ട് 80-ലധികം കേന്ദ്രങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ എത്ര പേരാണ് കൂടുതൽ കാലത്തേക്ക് അവരുടെ ഈ ടെസ്റ്റ് നീട്ടിവെക്കേണ്ടി വരിക? എന്നാകും അവർക്ക് ലൈസൻസ് കിട്ടുക? ഈ ലൈസൻസിന്റെ എണ്ണം കുറയുമ്പോൾ അത് കാർ വിപണിയെയും ഇരുചക്രവാഹന വിപണിയെയും ഓട്ടോറിക്ഷ ഉൾപ്പെടെ എല്ലാ തരത്തിലും ഈ വാഹന വിപണിയെ കാര്യമായി കേരളത്തിൽ ബാധിക്കും എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. എൽദോ, ശരി, എന്താണെങ്കിലും വലിയ പ്രതിഷേധത്തിനാണ് ഇന്ന് പലയിടങ്ങളിലായി വേദിയായത്. ഈ ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കരണം അത് ഒഴിവാക്കണം, തിടുക്കത്തിൽ നടത്തരുത് എന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ഒപ്പം ഇന്ന് സ്ലോട്ട് ലഭിക്കാത്ത എത്തിയ ലേണേഴ്സ് ടെസ്റ്റും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനും എത്തിയ ആളുകളുടെയും പ്രതിഷേധത്തിന് പലയിടങ്ങളും വേദിയായി. വി വിനോദാണ് വാർത്താ വിവരങ്ങൾ നൽകിയത്. നമ്മളിനി തൃശ്ശൂരിലെ ഒരു കുടുംബത്തിന്റെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ വാർത്തയിലേക്കാണ് പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരു ഇടവേളയിലേക്ക് പോകുന്നു. സ്പോട്ട് ലൈവ്. തൃശൂർ അടാട്ട് ദമ്പതികളും 9 വയസ്സുകാരൻ മകനും വീട്ടിൽ മരിച്ച നിലയിൽ. അടാട്ട് സ്വദേശി സുമേഷ്, ഭാര്യ സംഗീത, മകൻ ഹരിൻ എന്നിവരാണ് മരിച്ചത്. മകനെ താഴത്തെ മുറിയിലും സുമേഷിനെയും ഭാര്യയെയും മുകൾ നിലയിലെ മുറിയിലും തൂങ്ങി മരിച്ച നിലയിലാണ് കാണപ്പെട്ടത്. ആജ്ഞ രവീന്ദ്രനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അയച്ചിരുന്നത്. ആജ്ഞ, എന്തെങ്കിലും സൂചന, എന്തെങ്കിലും നിഗമനം പോലീസ് അത് പറയുന്നുണ്ടോ?
എൽദോ, ഈ മരണം ഈ ദമ്പതികളും കുഞ്ഞും അടക്കമുള്ള മരണം ആത്മഹത്യയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അവരുടെ ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചിട്ടുണ്ട്. കുഞ്ഞിന് ഓട്ടിസം ഐഡൻറ്റിഫൈ ചെയ്തതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. സാമ്പത്തിക ബാധ്യതകളല്ല. ഇവർ പുതിയ വീട് വെച്ച ശേഷം താമസമായിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഇതിന് ശേഷമാണ് കുഞ്ഞിന് ഓട്ടിസം രോഗം നിർണ്ണയിക്കപ്പെട്ടത്. അതിനുശേഷമാണ് കുഞ്ഞിനെ ഉൾപ്പെടെ ഈ ദമ്പതികളും സുമേഷും, അതായത് അടാട്ട് സ്വദേശികളായ സുമേഷും സംഗീതയും മകൻ ഹരിനും മരിച്ച നിലയിൽ കണ്ടെത്തുകയും അതിനുശേഷം ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ സൂചന ഇങ്ങനെയാണ്: കുഞ്ഞിൻ്റെ ഓട്ടിസം ബാധയെ തുടർന്ന് അല്ലെങ്കിൽ ഓട്ടിസം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് തങ്ങൾ ജീവൻ ഒടുക്കുന്നതെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ കണ്ടെത്തിയിരിക്കുന്നത്. എൽദോ, അജ്ഞ, ഈ ഇത്തരത്തിൽ ഒരു മാനസികമായി ഒരു വലിയ ഭീതി, അതിൻ്റെ ഒരു പരിണിത ഫലമായി ഇതിനെ കാണാം. പക്ഷേ അപ്പോൾ ഈ ആത്മഹത്യകളുടെ എണ്ണം ഇതിങ്ങനെ ക്രമാതീതമായി കുടുംബങ്ങളിൽ വരുന്നു. കുട്ടികളുടെ രോഗമാകാം, അല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങളാകാം. ഇത് വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു വാർത്ത കൂടിയാണ് ഇന്നും പുറത്തു വരുന്നത്. പോലീസ് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കണക്കുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒരു കണക്കുകൾ ലഭ്യമായിട്ടുണ്ടോ? എൽദോ, കണക്കുകളനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അതിൽ തന്നെ 17% ആത്മഹത്യകളാണ് ഒരു വർഷം ഇന്ത്യയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളവും തമിഴ്നാടുമാണ്. അപ്പോൾ കേരളത്തിൽ പ്രബുദ്ധരായ ജനങ്ങളുണ്ടെന്ന് പറയുമ്പോഴും മാനസിക ആരോഗ്യത്തെപ്പറ്റി, ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസിക ആരോഗ്യത്തെപ്പറ്റി പരിഗണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം അതിന് തെളിവായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമുക്ക് മുന്നിൽ നിരവധി ആത്മഹത്യകളാണ് വന്നിട്ടുള്ളത്. മറ്റൊരു കുടുംബം വിഷം കഴിച്ച 5 മക്കളും കുടുംബനാഥനും ഭാര്യയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ സ്ത്രീധന പീഡനത്തെ തുടർന്നുണ്ടായ നിരവധി ആത്മഹത്യകൾ, സാമ്പത്തിക ബാധ്യതയെ തുടർന്നുണ്ടായ മരണങ്ങൾ, ഇങ്ങനെ ആത്മഹത്യയുടെ നിരക്ക് കൂടുന്തോറും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആത്മഹത്യാ നിരക്കുകൾ കൂടുന്നത് എന്നുള്ള ഒരു വിശകലനം മാനസികാരോഗ്യ വിദഗ്ധർ പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പലപ്പോഴും മാനസിക സമ്മർദ്ദം മൂലം എന്ന് തന്നെയാണ് അത് നമുക്കറിയാം. മാനസിക സമ്മർദ്ദം മൂലം തന്നെയാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ പോലും അതിനെ നിയന്ത്രിക്കാനുള്ള, അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ജീവിതമുണ്ട്, ഇവിടം കൊണ്ട് കഴിഞ്ഞു പോകും എന്ന് മനസ്സിലാക്കാനുള്ള മാനസിക സ്വയം പര്യാപ്തത ആളുകളിൽ കുറഞ്ഞു വരുന്നോ എന്നാണ് ആശങ്കപ്പെടേണ്ടത്. അതിന് കാരണം തന്നെ ഡിപ്രഷൻ, ഡിമെൻഷ്യ തുടങ്ങിയ നിരവധി വിഷാദരോഗങ്ങൾ പോലെയുള്ള നിരവധി മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും. എന്നാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ആരോഗ്യാവസ്ഥകളൊക്കെ പരിഹരിക്കുന്നത് പോലെ മാനസികമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക, അതല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് വേണ്ട കൗൺസിലിംഗ് നേടുക, ഇങ്ങനത്തെയുള്ള സാഹചര്യങ്ങളെ അവഗണിക്കുകയോ അല്ലെങ്കിൽ അത് നാണക്കേട് പോലെ കരുതുകയോ ഒക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യം തന്നെ എടുത്താൽ, ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞിനെ വളർത്താനുള്ള സാഹചര്യം സമൂഹം ഏത് തരത്തിൽ തങ്ങളെ നോക്കിക്കാണുമെന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കണം ഈ അച്ഛനും അമ്മയും അവനെയും കൊന്നിട്ട് ആത്മഹത്യയിലേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നയിക്കുമ്പോൾ പോലും ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു എന്ന് മനസ്സിലാക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ മാതാപിതാക്കൾക്കിടയിലുള്ളത്. എന്നാൽ ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളില്ലേ, സ്പെഷ്യലി ഏബിൾഡ് എത്രയോ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ വളർത്തുന്ന മാതാപിതാക്കൾ നമുക്കിടയിലുണ്ട്. അവർ കിട്ടിയതെന്തോ അനുഗ്രഹം പോലെയാണെന്ന് വിചാരിച്ച് മക്കളെ വളർത്തുന്ന എത്രയോ മാതാപിതാക്കൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ അതിജീവിക്കാം, ഈ സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള ഒരു മാനസിക അവബോധം രക്ഷിതാക്കളിലുണ്ടാകണം, അതുപോലെ വ്യക്തികളിലുണ്ടാകണം. ഇത്തരം സാഹചര്യങ്ങൾ അവഗണിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന കോൺസിക്വൻസ് ആണ് നമ്മളിപ്പോൾ കാണുന്ന ആത്മഹത്യ എന്നാണ് വിലയിരുത്തപ്പെടേണ്ടത്. എൽദോ, ശരി, രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കുടുംബ പ്രശ്നങ്ങൾ അത് വലിയ തോതിൽ ഈ ആത്മഹത്യയിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായി മാറുകയാണ് തൃശ്ശൂർ അടാട്ട് ഉണ്ടായ സംഭവം. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, പാലായിൽ ഭാര്യയെയും 3 മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം കുടുംബനാഥൻ ആത്മഹത്യ ചെയ്തിരുന്നു. ഇത്തരം സംഭവങ്ങൾ നിരവധിയായി ആവർത്തിക്കുന്നത് ഒരു പക്ഷേ വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തിക ഭദ്രതയില്ലായ്മയാകാം, ചിലപ്പോൾ അസുഖങ്ങളാകാം. ഇപ്പോൾ ഇന്ന് സംഭവിച്ചതുപോലെ ആ കുഞ്ഞിൻ്റെ ഓട്ടിസം ബാധിതനാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലാണ് ആ വീട്ടുകാർ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് എത്തിയത് എന്നുള്ളതൊക്കെയാണ് ഏറ്റവും
ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. തൃശൂർ അടാട്ട് ഭാര്യയും മകനെയും കൊലപ്പെടുത്തി, അല്ലെങ്കിൽ അവർ 3 പേർ, ഭാര്യ, പിതാവ്, ഒപ്പം കുഞ്ഞുമകൻ, 3 പേരും മരിച്ച നിലയിൽ കണ്ടെത്തുന്ന ഒരു വാർത്തയാണ് ആജ്ഞ റിപ്പോർട്ട് ചെയ്തത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രവും നിർണായക രേഖകളും കോടതിയിൽ നിന്ന് കാണാതായ സംഭവം, അതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പോപ്പുലർ ഫ്രണ്ടിനെ കുറ്റപ്പെടുത്തി SFI രംഗത്തെത്തിയിട്ടുണ്ട്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് അന്വേഷണം നടത്തണമെന്നും SFI ആവശ്യപ്പെട്ടു. 3 മാസം മുൻപാണ് ഈ രേഖകൾ കാണാതായത്. രേഖകളുടെ പകർപ്പുകൾ ലഭ്യമാണോ എന്നും വീണ്ടെടുക്കാൻ കഴിയുമോ എന്നും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. രേഖകൾ കാണാതായതിനു പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് കണ്ടെത്തണമെന്ന് അഭിമന്യുവിന്റെ സഹോദരൻ പരിജിത്ത് ആവശ്യപ്പെട്ടു. കുറ്റക്കാർക്കെതിരെ നടപടി വേണം, രേഖകൾ എത്രയും വേഗം കണ്ടെത്തി പ്രതികൾക്ക് ശിക്ഷ ഉറപ്പുവരുത്തണമെന്നും പരിജിത്ത് ആവശ്യപ്പെട്ടു. ഈ കേസിന്റെ വിചാരണ തുടങ്ങാനിരിക്കുന്ന സമയത്താണ് ഈ പേപ്പറുകൾ രേഖകൾ കാണാണ്ട് പോയി എന്നുള്ള വാർത്തകൾ ഇന്നലെ രാത്രി നമ്മൾ അറിയുന്നത്. നമുക്ക് പറയുന്നത് എത്രയും വേഗം ഈ രേഖകൾ തിരിച്ചെടുത്ത് പ്രതികൾക്ക് ശിക്ഷ ഒന്ന് ഉറപ്പാക്കുക, അതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? അതായത് ഈ രേഖ എന്തായാലും കോടതിയിൽ നിന്ന് വെറുതെ ഇറങ്ങിപ്പോവില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര്? അപ്പോൾ അവർക്കെതിരെ കടുത്ത നടപടി എടുക്കണം. എത്രയും വേഗം രേഖകൾ തിരിച്ചെടുത്ത് പ്രതികളെ എത്രയും വേഗം ശിക്ഷിക്കുക, ഇതാണ് നമുക്ക് പറയാനുള്ളത്. നീണ്ടു പോകുന്നുള്ള ആശങ്കയില്ല. എന്തായാലും ഡിജിറ്റൽ രേഖകളാണല്ലോ ഇപ്പോൾ എല്ലാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ രേഖകൾ അവരുടെ കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും മിസ്സായി പോയ രേഖകൾ പെട്ടെന്ന് കണ്ടുപിടിച്ചെടുത്ത് അവർക്ക് കൊടുക്കേണ്ടത് അങ്ങനെ ശിക്ഷ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും കോടതി ഇത് കാണാണ്ട് പോയി എന്ന് കേൾക്കുമ്പോൾ സത്യമായിട്ട് അത് നെറ്റലുണ്ടാക്കുന്ന വിഷയമാണ്. കാരണം നീതിപീഠത്തിൽ നിന്നാണ് ഈ രേഖകൾ കാണാണ്ട് പോയേക്കുന്നത്. അപ്പോൾ ഒരു കോടതി എങ്ങനെ വിശ്വസിച്ച് നമ്മളിത് നിൽക്കും? അപ്പോൾ എത്രയും വേഗം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അതായത് ഈ രേഖ കാണാണ്ട് പോയതിൻ്റെ കാരണം എന്താണ്, അപ്പോൾ ഇത് എങ്ങനെ മാറിപ്പോയി, അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആറ് എന്നുള്ളത് സമൂഹത്തിന് നമുക്കൊന്ന് വെളിച്ചത്തിൽ കൊണ്ടുവന്ന് അവർക്കെതിരെ കടുത്ത നടപടിയൊന്നും എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങളായി ചെയ്യുന്നത്. നവമി, ഇപ്പോൾ പരിജിത്ത് പറഞ്ഞതുപോലെ അത് നീതിപീഠത്തിൽ നിന്നാണ് അത്തരത്തിലൊരു നിർണായകമായിട്ടുള്ള രേഖ കാണാതാകുന്നത്. അപ്പോൾ അതിലൊരു ദുരൂഹത സ്വാഭാവികമായും ആ കുടുംബത്തിനെ ആരോപിക്കുകയും ചെയ്യാം. ഇതിൽ എന്ത് അന്വേഷണമാണ്, അല്ലെങ്കിൽ എന്ത് നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്? എൽദോ, ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ല. ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ഈ രേഖകൾ കണ്ടെത്താൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രേഖകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം ജീവനക്കാർ നടത്തി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇത് ആരുടെ അലംഭാവമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. അലംഭാവമാണോ അതോ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ രേഖകൾ കാണാതാകുന്നത്? അതും സുപ്രധാനമായ അഭിമന്യു കൊലപാതക കേസിലെ കുറ്റപത്രം, സാക്ഷിമൊഴികൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള 11 പ്രധാനപ്പെട്ട രേഖകളാണ് കാണാതായിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, ഇത് കേസിന്റെ വിചാരണ വേളയെ ഇത് ദോഷകരമായി ഒന്നും ബാധിക്കില്ല. കാരണം ഇതിന്റെ കോപ്പികൾ പ്രോസിക്യൂഷന്റെ കയ്യിലും ഒപ്പം തന്നെ പ്രതികളുടെ ഭാഗത്തുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് കേസിനെ ഇത് മറ്റൊരു തരത്തിൽ ബാധിക്കില്ല. എങ്കിൽ പോലും ഇതിന്റെ കോപ്പികൾ അല്ലെങ്കിൽ ഇതിന്റെ ഒറിജിനൽ ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള രേഖകൾ എവിടെയാണ് പോയത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. ഇത്തരത്തിലൊരു ലാഘവത്തോടെയാണോ ജീവനക്കാർ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിന്റെ രേഖകൾ പരിശോധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നത് എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് NIA എറണാകുളം സെഷൻസ് കോടതിയെ സമീപിച്ചപ്പോഴാണ് ഇത്തരത്തിൽ രേഖകൾ നഷ്ടമായെന്നുള്ള വിവരം ഇവർ അറിയിക്കുന്നത്. ഡിസംബർ 1 തന്നെ ഇവർ വിവരം അറിഞ്ഞിരുന്നു. ഉടനെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ രേഖകൾ നഷ്ടപ്പെട്ടിട്ടും എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്നും യാതൊരു വിധത്തിലുള്ള ഒരു അന്വേഷണവും നടത്തിയില്ല? എന്തുകൊണ്ട് ജീവനക്കാർ ഇതിലൊരു അന്വേഷണം നടത്തിയില്ല എന്നൊരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത്. ഇവർ നേരെ തന്നെ ഹൈക്കോടതിയെ ഈ രേഖകൾ നഷ്ടപ്പെട്ടു എന്ന് അറിയിക്കുക മാത്രമാണ് ചെയ്തത്. ഹൈക്കോടതി
ആകട്ടെ ഇത് കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യവും കണ്ടെത്തണം എന്നുള്ളൊരു നിർദ്ദേശവും കൂടി നൽകിയിട്ടുണ്ട്. 16-ാം തീയതി അഭിമന്യുവിന്റെ കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് ഇത്രയും വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. SFI നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ ആശോ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒക്കെ ഇതിന്റെ ഒരു കാര്യം ഉന്നയിച്ചിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്, കാരണം ഇതൊരു അലംഭാവമാണോ, അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്നുള്ളൊരു അന്വേഷണം വേണം. ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു അന്വേഷണം, നേതൃത്വത്തിൽ തന്നെയുള്ളൊരു അന്വേഷണം വേണമെന്നും ഉന്നയിക്കുന്നുണ്ട്. സഹോദരൻ, കുടുംബം അടക്കം ഇതിലൊരു ഗൂഢാലോചനയുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ രേഖകൾ കൈകാര്യം ചെയ്ത ജീവനക്കാരെയും ഉദ്യോഗസ്ഥരോടും അടക്കം നടപടികളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇവരോട് വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ടും തേടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ തുടക്കത്തിൽ തന്നെ ഈ അഭിമന്യു 2018 ജൂലൈ 1 അഭിമന്യു കൊല്ലപ്പെടുമ്പോൾ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളിലേക്ക് എത്തുന്നതിൽ പോലീസിന്റെ ചില വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ചില രാഷ്ട്രീയ താല്പര്യത്താലാണ് ഈ പ്രതികളെ കൃത്യസമയത്ത് അറസ്റ്റ് ചെയ്യാത്തതെന്നുള്ള അടക്കമുള്ള ചെറിയ വിമർശനങ്ങളൊക്കെ അന്നത്തെ സമയത്ത് ഉന്നയിച്ചിരുന്നു. പോലീസിന്റെ ഈ ഒരു മെല്ലെപ്പോക്കൊക്കെ വളരെ വിമർശനമാണ് നേരിട്ടത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ കുറ്റപത്രം അടക്കമുള്ള പ്രധാനപ്പെട്ട രേഖകൾ നഷ്ടമാകുമ്പോൾ ഇവിടെയും സംശയത്തിന്റെ നിഴൽ തന്നെയാണ് ചൂണ്ടുന്നത്. ഏതെങ്കിലും തരത്തിലുള്ളൊരു സ്വാധീനത്തിന്റെ ഫലമായാണോ ഇത്തരത്തിൽ രേഖകൾ നഷ്ടമാകുന്നത് എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. എന്തായാലും ഡിസംബർ 1 ഈ രേഖകൾ കാണാനില്ല എന്നുള്ളൊരു വിവരം സെഷൻസ് കോടതിയിൽ നിന്നും ഹൈക്കോടതിയിലേക്ക് ഹർജി നൽകുന്നത്. രേഖകൾ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരേക്കും രേഖകൾ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരാണ് ഇതിലെ പ്രതികളായി നിൽക്കുന്നതും. മറ്റൊരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് അഭിമന്യുവിനെ കുത്തിയ കത്തി പോലും ഇതുവരേക്കും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ പോലീസിന്റെ ഒരു ഒത്തുകളിയാണോ, ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പല പ്രാവശ്യവുമായി രാഷ്ട്രീയ പ്രതിപക്ഷം അടക്കമുള്ളവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും സുപ്രധാനമായ ഇത്രയും കോളിളക്കം സൃഷ്ടിച്ച അഭിമന്യു കേസിന്റെ രേഖകൾ കാണാനില്ല എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തേക്ക് വരുമ്പോൾ ഇത് ആരുടെ അലംഭാവമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമായാണോ ഇത്തരത്തിൽ രേഖകൾ നഷ്ടമായതെന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. ഉറപ്പായും അത് പ്രത്യേകിച്ചും SFIയുടെ ഒരു നിലപാട് അതിൽ നിർണായകമാണ്. ഇനി ഏത് തരത്തിലാണ് അത് മുന്നോട്ട് പോകുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. ഇപ്പോൾ BJPയുടെ തന്നെ ആരോപണം ഉണ്ടായിട്ടുണ്ടല്ലോ, അത് സ്വാഭാവികമായും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ള തരത്തിലാണ് സുരേന്ദ്രന്റെ പ്രതികരണം വന്നതും. അപ്പോൾ ഈ വിചാരണ ആരംഭിക്കാനിരിക്കെ ഇത്രയും നിർണായകമായിട്ടുള്ള രേഖകൾ പോവുക, കുറ്റപത്രം തന്നെ കാണാതായി പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുക, ഈ പ്രോസിക്യൂഷന് മുന്നിൽ അത് വലിയ വെല്ലുവിളിയാകില്ലേ? എത്തരത്തിലായിരിക്കും അത് വിചാരണയെ ബാധിക്കുക? അല്ലെങ്കിൽ കോടതി നടപടികൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? അത് അവിടെ നിന്നു പോയില്ലേ? എൽദോ, നിയമവിദഗ്ധർ അടക്കം പറയുന്നത് ഇത് കേസിന്റെ വിചാരണയെ യാതൊരു വിധത്തിലും ബാധിക്കില്ല. കാരണം പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ചില കോപ്പികളുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കോപ്പികളും പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ പ്രതികളുടെ കൈവശവും ഇതിന്റെ കോപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ കേസിന്റെ വിചാരണയെ ഇത് ബാധിക്കില്ല. ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ വിചാരണ അടുക്കുന്ന സമയത്ത് തന്നെ ഇതിന്റെ പ്രോസിക്യൂഷൻ ഈ കേസിന്റെ എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട്. അത് പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം ആയിക്കോട്ടെ, മൊഴികളായിക്കോട്ടെ, സാക്ഷിമൊഴികളായിക്കോട്ടെ, അതോടൊപ്പമുള്ള എല്ലാ കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങളും എല്ലാ പ്രതിഭാഗത്തിന്റെയും വാദിഭാഗത്തിന്റെയും കൈവശമുണ്ടാകും. അതുകൊണ്ട് കേസിന്റെ വിചാരണയെ ഇത് ബാധിക്കില്ല. എങ്കിൽ പോലും എങ്ങനെയാണ് ഇതിന്റെ കോപ്പികൾ നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ രേഖകൾ നഷ്ടമായത് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. നേരത്തെ സഹോദരൻ ഉന്നയിച്ചതുപോലെ തന്നെ നീതിപീഠം നീതി തേടി നമ്മൾ പോകുന്നത് കോടതിയിലാണ്. ആ കോടതിയിൽ തന്നെ ഇത്തരത്തിൽ വലിയൊരു അലംഭാവം ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ കേസിന്റെ രേഖകൾ നഷ്ടമാകുന്നത്? ഇതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ നഷ്ടമായി എന്നുള്ള ഒരു ആരോപണമൊക്കെ, വേറൊരു കേസുമായി ബന്ധപ്പെട്ട് രേഖകൾ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വാർത്തയൊക്കെ ഇതിനു മുൻപ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു അലംഭാവമായി മാത്രമാണോ കാണാൻ കഴിയുന്നത് എന്നതാണ് അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാനും ഈ ജൂനിയർ സൂപ്രണ്ടിനെതിരെ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഇത്തരത്തിലുള്ള രേഖകളൊക്കെ സൂക്ഷിക്കേണ്ടത്.
വെക്കേണ്ടതും ഇതെല്ലാം രേഖപ്പെടുത്തി വെക്കേണ്ടതുമൊക്കെ. ഇപ്പോൾ അത്തരത്തിൽ സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അലംഭാവമാണോ വീഴ്ചയാണോ സംഭവിച്ചതെന്നും അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം വേണ്ടിവരും. എന്തായാലും നിലവിൽ ഈ കേസിന്റെ വിചാരണ 16-ാം തീയതി ആരംഭിക്കുകയാണ്. അതുകൊണ്ട് കേസിന്റെ വിചാരണയെ ഇത് യാതൊരു വിധത്തിലും പ്രതികൂലമായി ബാധിക്കില്ല. പ്രോസിക്യൂഷന്റെ കയ്യിൽ ഇതിന്റെ കോപ്പികളുണ്ട്, ചില ഒറിജിനൽ കോപ്പികളും പ്രോസിക്യൂഷന്റെ കയ്യിലുണ്ട്. അത് ഈ സമയത്ത്, അതായത് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ പ്രോസിക്യൂഷന്റെ കയ്യിലും പോലീസ് ഇതിനെ എല്ലാം എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊരു പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ കേസിന്റെ വിചാരണയെ ബാധിക്കില്ല. എങ്കിൽ പോലും ഈ കോപ്പികൾ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഈ സെഷൻസ് കോടതിയിലെ ജീവനക്കാർ പറയുന്നത് ഇതിനു മുൻപ്, ഇത് അതായത് ഈ കാണാതായതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ചില പ്രതികൾക്ക് ഇതിന്റെ ഒരു കോപ്പി ആവശ്യമാണെന്ന് അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ ഇതിന്റെ ചില ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ പ്രതികൾക്ക് നൽകിയിരുന്നു. അതിനുശേഷമാണ് ഈ കോപ്പികൾ സൂക്ഷിച്ചത്. ആ സമയത്താണ് ഇത് മിസ്സായതെന്നുള്ളൊരു സംശയം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇതിന്റെ അന്വേഷണം നടക്കട്ടെ, ഇത് എത്രയും വേഗം കണ്ടെത്തണമെന്നും ഹൈക്കോടതിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വിചാരണയെ ഇത് ബാധിക്കില്ല, അങ്ങനെ തന്നെയാണ് പല അഭിഭാഷകരും അറിയിക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കുമ്പോൾ പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും വേണ്ട രീതിയിലുള്ള എല്ലാ കോപ്പികളും എല്ലാ തെളിവുകളും എല്ലാ രേഖകളും നൽകാറുണ്ട്. അതുകൊണ്ട് കേസിനെ ഇത് യാതൊരു വിധത്തിലും ബാധിക്കില്ല. എങ്കിൽ പോലും ഇതെങ്ങനെയാണ് ഇത് നഷ്ടമായതെന്നൊരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉന്നയിക്കുന്നത്. മന്ത്രി പി രാജീവ് പ്രതികരിക്കുകയും ചെയ്തു, ഇത് അന്വേഷിക്കട്ടെ, കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട്. കോടതി ഇപ്പോൾ തന്നെ ഇതിലൊരു അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ള വഴിയിൽ ഈ കേസിന്റെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിന്റെ രേഖകൾ കാണാതാകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു അന്വേഷണം കൂടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണവും അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് മന്ത്രി പി രാജീവും പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും കുടുംബമടക്കം ഇതിനൊരു ഗൂഢാലോചനയുണ്ടെന്ന് ഉന്നയിക്കുന്നുണ്ട്. അതിന് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട അഭിമന്യുവിനെ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഈ പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതിലൊക്കെ വലിയ കാലതാമസം നേരിട്ടിരുന്നു. ഈ പോലീസിന്റെ ഒരു മെല്ലപ്പോക്കിനെ വലിയ രീതിയിൽ പ്രതിപക്ഷമടക്കമുള്ള നേതാക്കൾ, SFI ഒക്കെ അന്ന് ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ കേസിന്റെ പ്രധാനപ്പെട്ട രേഖകൾ കാണാതാകുമ്പോഴും ആ സംശയം തന്നെയാണ് ഇങ്ങോട്ടേക്കും നീളുന്നത്. എന്തായാലും 16-ാം തീയതി മുതൽ തന്നെ അഭിമന്യു കേസിന്റെ വിചാരണ ആരംഭിക്കും. ഈ രേഖകൾ നഷ്ടപ്പെട്ടത് കേസിനെ പ്രതികൂലമായി ബാധിക്കുകയുമില്ല. നോമി തന്നെ സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ ഒരു അലംഭാവം അത് പ്രകടമായിരുന്നു ആദ്യന്തം. അതായത് ഇപ്പോൾ അഭിമന്യു എന്ന് പറയുന്ന SFI നേതാവിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്താൻ പോലും പോലീസിന് സാധിച്ചിട്ടില്ല. അതിലൊരു മെല്ലപ്പോക്ക് കേസ് അന്വേഷണത്തിൽ ഉടനീളമുണ്ടെന്നുള്ള ആരോപണം അത് വളരെ പരസ്യമായി ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ പാർട്ടികൾ പോലും ഉന്നയിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെയാണ് എത്തിയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും കുടുംബത്തിന് ആ സംശയം ഉണ്ടാകാം. ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ കുടുംബം വിശ്വസിക്കുന്നത്? അതിൽ ഒരു ഗൂഢാലോചന നടന്നു എന്നതിനേക്കാൾ ഉപരിയായി ഈ അന്വേഷണ സംഘവും കൂടെ ഉൾപ്പെടുന്ന ഒരു ഗൂഢാലോചന, അത്തരത്തിൽ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ടോ കുടുംബാംഗങ്ങൾ? തീർച്ചയായും എൽദോ, ഈ കേസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ, അതായത് ഈ കൊലപാതകം നടന്ന സമയം മുതൽ തന്നെ അഭിമന്യുവിന്റെ കുടുംബം ആരോപിക്കുന്നത് ഈ യഥാർത്ഥ പ്രതികളെ, മുഖ്യപ്രതിയെ തന്നെ പിടികൂടിയത് ഏറെ നാളുകൾക്ക് ശേഷമാണ്. അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ തരത്തിലൊരു ഗൂഢാലോചന ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത്രയും കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളും നോക്കി നിൽക്കെ, അല്ലെങ്കിൽ അവിടെ വലിയൊരു സംഘർഷം ഉണ്ടാകുന്നു, പോലീസ് ആ സമയത്ത് എത്തുന്നു. എങ്കിൽ പോലും അഭിമന്യു കൊല്ലപ്പെട്ട് പ്രതികളൊക്കെ രക്ഷപ്പെടുന്ന ഒരു സമയം വരെ എന്തുകൊണ്ട് പോലീസിന് കാത്തു നിൽക്കേണ്ടി വന്നു? അല്ലെങ്കിൽ ഇത് മാധ്യമങ്ങളിലൂടെ പുറം ലോകം അറിഞ്ഞിട്ട് പോലും പോലീസിന് കൃത്യമായി പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല. എറണാകുളത്ത് തന്നെ പ്രതികൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ആരോപണം ആ സമയത്ത് തന്നെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും എന്തുകൊണ്ട് കൃത്യമായി പോലീസിനെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല? മുഖ്യപ്രതിയെ പിടികൂടുന്നതിൽ പോലും ഇത്രയും കാലതാമസം എന്തുകൊണ്ട് വേണ്ടി വന്നു? പ്രധാനപ്പെട്ട മുഖ്യ തെളിവായ ഈ കത്തി, അഭിമന്യുവിനെ കുത്താൻ ഉപയോഗിച്ച കത്തി, ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം പ്രതികൾക്ക് ഒത്താശ ചെയ്യുന്ന പോലീസിനെ
പ്രതിപക്ഷത്തിന്റെ നടപടിയായി തന്നെയാണ് അന്നും കുടുംബം ആരോപിച്ചത്. ഒപ്പം പ്രതിപക്ഷവും ഇത് തന്നെയാണ് ആരോപിച്ചത്. സർക്കാരിന്റെ SFI വിദ്യാർത്ഥിയാണ് എങ്കിൽ പോലും SFI വിദ്യാർത്ഥിക്ക് പോലും നേരിട്ട അനീതിക്ക് ഒരു നീതി വാങ്ങിക്കൊടുക്കാൻ സർക്കാരിന്റെ പോലീസിന് കഴിയുന്നില്ല എന്നൊരു ആരോപണം അന്ന് തന്നെ പ്രതിപക്ഷമടക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിയെ പിടികൂടാൻ കാലതാമസം നേരിടുന്നത്? അതൊരു ഒത്താശയല്ലേ? ഈ പ്രതികളെ ഒളിക്കാനും അല്ലെങ്കിൽ പ്രതികളെ രക്ഷപ്പെടാനുള്ളൊരു സാഹചര്യമല്ലേ അവിടെ പോലീസ് ഒരുക്കി കൊടുക്കുന്നത് എന്ന തരത്തിലുള്ളൊരു വലിയ രീതിയിലുള്ളൊരു വിമർശനം അന്ന് ഉന്നയിച്ചിരുന്നു. പിന്നീട് ഈ പ്രതിയെ പിടികൂടുന്നതും പിന്നീട് ഈ വിചാരണ തന്നെ വൈകുന്നതും കുറ്റപത്രം സമർപ്പിക്കാനൊക്കെ ഏറെ വൈകിയതും ഒക്കെ വലിയ രീതിയിലുള്ള വിമർശനവും വിവാദവും ഒക്കെ സൃഷ്ടിച്ചിരുന്നു. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും വിചാരണ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എങ്ങനെയാണ് പെട്ടെന്ന് ഈ ഒരു പ്രധാനപ്പെട്ട രേഖകൾ, അതും പോസ്റ്റ്മോർട്ടത്തിന്റെ രേഖകൾ, അതോടൊപ്പം കുറ്റപത്രം, ഈ പ്രധാനപ്പെട്ട സാക്ഷികളുടെ മൊഴികൾ, ഇതെല്ലാം അടങ്ങിയ പ്രധാനപ്പെട്ട 11 രേഖകൾ എങ്ങനെ മിസ്സായി എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് ഈ ഗൂഢാലോചനയുടെ ഭാഗമാണോ? അന്ന് പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചതിന്റെ പിന്നാലെ അല്ലെങ്കിൽ അതിനെ പിന്തുടർന്ന് തന്നെയാണോ ഈ രേഖകളും മിസ്സാകുന്നത് അല്ലെങ്കിൽ കാണാതാകുന്നത്? അത് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു നീക്കത്തിന്റെ ഭാഗമായാണോ ഇതും എന്നുള്ളൊരു സംശയം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത് വെറുതെയല്ല. അന്ന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകിച്ചതും ഇതുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈ കേസിലെ പ്രതികളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ഒത്താശയാണോ ഈ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സെഷൻസ് കോടതിയിൽ നിന്നും രേഖകൾ കാണാതായിട്ടും അവരുടെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നൊരു അന്വേഷണം പോലും നടത്തിയിട്ടില്ല. നേരെ ഹൈക്കോടതിയെ മാത്രമാണ് സമീപിച്ചത്. ഹൈക്കോടതി ആകട്ടെ ഈ കേസിന്റെ രേഖകൾ എത്രയും വേഗം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്തായാലും രേഖകൾ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ അഭിമന്യുവിന്റെ കുടുംബം ഇപ്പോൾ സഹോദരൻ പരിചയത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണം. എന്താണ് പിന്നിൽ നടന്നത്, എങ്ങനെ ആ രേഖകൾ കുറ്റപത്രം ഉൾപ്പെടെ കാണാതായി എന്നുള്ളത് അത് അറിയേണ്ടത് അത് ആ കുടുംബത്തിന് ലഭിക്കേണ്ട സ്വാഭാവികമായിട്ടുള്ള അവകാശമാണ്. അവർ അതിൽ ദുരൂഹത കണ്ടെത്തിയാൽ, ആരോപിച്ചാൽ തന്നെ അതിൽ യാതൊരു കുറ്റവും പറയാൻ കഴിയില്ല. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിനുള്ള മരുന്ന് വിതരണം നിർത്താനൊരുങ്ങി വിതരണക്കാർ. 8 മാസത്തെ കുടിശ്ശിക ലഭിക്കാനുള്ളതാണ് ഈ കാരണം. 175 കോടി രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത്. 4 മാസത്തെ കുടിശ്ശിക അടിയന്തരമായി ലഭ്യമാക്കിയില്ല എങ്കിൽ തിങ്കളാഴ്ച മുതൽ മരുന്ന് നൽകില്ല എന്നുള്ള നിലപാടിലാണ് വിതരണക്കാർ. ഞങ്ങൾക്ക് കഴിഞ്ഞ 8 മാസമായി ഏകദേശം 75 കോടിയോളം രൂപ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടാനുണ്ട്. വളരെയേറെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. കൊട്ടേഷൻ ബേസിലാണ് ഞങ്ങളിവിടെ മെഡിസിൻ സപ്ലൈ ചെയ്യുന്നത്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഏറ്റവും വില കുറച്ച് ഈ മെഡിക്കൽ കോളേജിനോടൊപ്പം നിന്ന് കാലാകാലങ്ങളായി HDC മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ ഇന്ന് ഒരു 15 ദിവസം മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്റ്, പ്രിൻസിപ്പള്, ജില്ലാ കളക്ടർ, മിനിസ്ട്രി ലെവല് എല്ലാ സ്ഥലത്തേക്കും ഞങ്ങൾ മെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് മരുന്ന് സപ്ലൈ ചെയ്യുവാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന കച്ചവടക്കാരാണ്. വെറും 5% മാത്രം മാർജിൻ എടുത്തിട്ടാണ് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും പ്രാരാബ്ധത്തിലാണ്. ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടാനുള്ള ഞങ്ങൾ സപ്ലൈ ചെയ്തതിൻ്റെ പണം ഈ മാസം നാളെ മുതൽ 10-ാം തീയതി മുതൽ 10-ാം തീയതിക്കകം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം ഞങ്ങൾ നിർത്തിവെക്കുകയാണ് എന്ന് എല്ലാവരെയും ഔദ്യോഗികമായിട്ട് അറിയിക്കുകയാണ്. കാരണം ഇത് പൊതുജനത്തെ ബാധിക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് മാധ്യമങ്ങളെയും പത്രക്കാരെയും അറിയിക്കാതെ ഞങ്ങൾക്കത് ചെയ്യാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഞങ്ങൾ നേരിട്ട് വന്ന് കണ്ട് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ ഡിസംബർ 31 വരെ ഞങ്ങൾക്ക് പേയ്മെന്റ് കിട്ടാനുള്ളത് 8-ാം മാസം മുതലുള്ള പേയ്മെന്റ് ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. 8-ാം മാസം മുതലുള്ള ഒരു 3 മാസത്തെ പേയ്മെന്റ് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഡിസംബർ 31 വരെയുള്ള പേയ്മെന്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഞങ്ങൾ ആരും കോഴിക്കോട്ടെ ഔഷധ, സർജിക്കൽസ്, സ്റ്റഡ് തുടങ്ങിയ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്ന ഒരു വ്യാപാരിയും മരുന്ന് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഖേദപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. MS അനീഷ് കുമാറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് കോഴിക്കോട്. അനീഷ്, ഇത് വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമല്ലോ, പ്രത്യേകിച്ചും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു അത്രയും രോഗികൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയിലേക്കുള്ള മരുന്ന് വിതരണമൊക്കെ നിർത്താതൊക്കെ പറഞ്ഞാൽ ഇതിലൊരു അടിയന്തര ഇടപെടൽ ആവശ്യമല്ലേ? അതിനുള്ള സാധ്യത എന്താണ്? അതിനുള്ള റിപ്പോർട്ട് നൽകിയിട്ടുണ്ടോ ആരോഗ്യവകുപ്പിന്?
എൽദോ, അതീവ ഗുരുതരമായ പ്രശ്നമാണ്. കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും അധികം രോഗികൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അതും സാധാരണക്കാരായ ആളുകളാണ് ഏറിയ പങ്കും വരുന്നത്. അത്തരമൊരിടത്താണ് തിങ്കളാഴ്ച മുതൽ മരുന്ന് വിതരണം നിർത്തിവെക്കുമെന്ന് ഇപ്പോൾ മരുന്ന് വിതരണക്കാരുടെ കൂട്ടായ്മ അറിയിച്ചിരിക്കുന്നത്. അവർക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മരുന്ന് നൽകുന്നതിന് സർജിക്കൽ ഉപകരണങ്ങളും സ്റ്റെന്റും പോലുള്ള സാമഗ്രികൾ നൽകുന്നതിന് പണം നൽകുന്നില്ല എന്നാണ് അവർ പരാതിപ്പെടുന്നത്. 8 മാസത്തെ കുടിശ്ശികയും പിന്നീടുള്ള തുകയും ഒക്കെ അടക്കം ഏതാണ്ട് 175 കോടിയോളം രൂപ കുടിശ്ശികയാണ്. 100-നടുത്ത് 75-100-നും അടുത്തുള്ള വിതരണക്കാരാണ് ഇത്തരത്തിൽ സാധന സാമഗ്രികൾ മെഡിക്കൽ കോളേജിലേക്ക് നൽകുകയും ചെയ്യുന്നത്. ഇതിൽ ഒരു 3 മാസത്തെ പണമെങ്കിലും നൽകിയാൽ തങ്ങൾക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ആ 3 മാസത്തെ പണമെങ്കിലും അടിയന്തരമായി നൽകിയാൽ ഇത്തരമൊരു ബഹിഷ്കരണത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ മരുന്ന് വിതരണം മുടക്കുന്നതിൽ നിന്നും പിന്മാറാം എന്നാണ് അവർ പറയുന്നത്. ഈ ആവശ്യം ചൂണ്ടിക്കാട്ടി പലതവണ അധികൃതരെ സമീപിച്ചെങ്കിലും ഈ ഫണ്ടില്ല, അതായത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം മരുന്ന് വിതരണക്കാർക്ക് തിരിച്ചു കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുക്കാൻ പോലും ഖജനാവിൽ പണമില്ല എന്ന വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ തങ്ങളുടെ വ്യാപാരം ഒന്നടങ്കം നഷ്ടത്തിലാവുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഏതാണ്ട് 75 പേരാണെങ്കിൽ 1 കോടി രൂപ വെച്ചെങ്കിലും ഒരു വിതരണക്കാരന് സർക്കാരിൽ നിന്നും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കാനുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സമാനമായ പ്രതിസന്ധി അടുത്ത കാലത്തിനും ഇതിനു മുമ്പ് വന്നിട്ടില്ല എന്നും ഈ വിതരണക്കാർ ചൂണ്ടിക്കാട്ടുന്നു. 6 വർഷം മുമ്പാണ് ഇത്തരത്തിലൊരു അവസ്ഥ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അന്ന് ആരോഗ്യമന്ത്രി അടിയന്തരമായ വിഷയത്തിൽ ഇടപെടുകയും പ്രശ്നം പരിഹരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വിഷയത്തിലും സർക്കാർ ഗൗരവതരമായ ഇടപെടൽ നടത്തുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ വിതരണക്കാർക്കുള്ളത്. എൽദോ, അനീഷ്, ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായി തന്നെ കണക്കാക്കണമോ ഇതിനെയും? ഇത്രമാത്രം പെൻഡിങ് ഈ തുക അനുവദിക്കുന്നതിൽ ഉണ്ടാകാറില്ല എന്ന് ആ മരുന്ന് വിതരണക്കാർ തന്നെ പറയുന്ന ഒരു സാഹചര്യം. ഇനി മെഡിക്കൽ കോളേജിന്റെ ഒരു വിശദീകരണം തേടാൻ സാധിച്ചിരുന്നോ? മെഡിക്കൽ കോളേജിൽ നിന്ന് നൽകുന്ന വിശദീകരണം സാമ്പത്തിക പ്രതിസന്ധി കാരണം പണം ലഭ്യമല്ല എന്നാണ്. പണം ലഭ്യമാവുന്ന മുറയ്ക്ക് ഇത് കൈമാറും എന്നാണ് അവർ പറയുന്നത്. എന്തായാലും നിലവിൽ മെഡിക്കൽ കോളേജിലെ മറ്റു കാര്യങ്ങൾക്ക് പോലും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നാണ് പ്രിൻസിപ്പൽ ഈ സംഘടനകളെ ഈ വിതരണക്കാർക്ക് നൽകിയ വിശദീകരണം. എന്തായാലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് ഇപ്പോൾ പണം നൽകാൻ കഴിയാത്തത്. സർക്കാരിന് ഇക്കാര്യം അടിയന്തരമായി അറിയിക്കും എന്നാണ് മെഡിക്കൽ കോളേജ് നൽകിയിരിക്കുന്ന വിശദീകരണം. അല്ല, അതിലൊരു അടിയന്തരമായിട്ടുള്ള ചർച്ചയ്ക്കുള്ള സാധ്യതയൊന്നും തേടുന്നില്ലേ മെഡിക്കൽ കോളേജ്? ഈ മരുന്ന് വിതരണം നിർത്തും എന്ന് അവർ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അവരെ അനുനയിപ്പിക്കുക എന്നുള്ള ഒരു താൽക്കാലിക ശ്രമമെങ്കിലും നടത്തുന്നില്ലേ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്ന്? അത്തരം ഒരു അനുനയ നീക്കമൊന്നും ചർച്ച നടത്തി ഈ താൽക്കാലികമായി ഇതിൽ നിന്നും പിന്മാറാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം 8 മാസത്തെ കുടിശ്ശികയുണ്ടെങ്കിലും 3 മാസത്തെ പണമെങ്കിലും ഡിസംബർ വരെയുള്ള പണമെങ്കിലും നൽകിയാൽ തങ്ങൾ മരുന്ന് വിതരണം പുനരാരംഭിക്കാൻ കഴിയും, അല്ലെങ്കിൽ പുനരാരംഭിക്കും എന്നാണ് മരുന്ന് വിതരണക്കാർ പറയുന്നത്. കാരണം അവരുടെ ബിസിനസ് ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ സങ്കീർണമായി കിടക്കുകയാണ്. കാരണം ഇത്രയധികം പണം ഇവർക്ക് കുടിശ്ശിക വരുമ്പോൾ അവരുടെ മറ്റൊരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. കാരണം ഈ പണം പലിശക്കെടുത്തും ആ രീതിയിലൊക്കെ ചെയ്താണ് ബിസിനസ്സുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യമെങ്കിലും ഒരു ചെറിയ പണമെങ്കിലും നൽകിയാൽ തങ്ങൾക്കും ഈ പണം കടം വാങ്ങിയവർക്കും അല്ലെങ്കിൽ പലിശക്കെടുത്തവർക്കും ഒക്കെ താൽക്കാലികമായിട്ട് കൊടുത്തു നിൽക്കാൻ കഴിയും. ബാക്കി പണം സാവധാനം ഒന്ന് കൈമാറിയാൽ മതിയെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തൽക്കാലം ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് പ്രസക്തിയില്ല. 3 മാസത്തെങ്കിലും പണം നൽകിയ ശേഷം ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്ഥിതി അതിരൂക്ഷമാകും. പ്രത്യേകിച്ചും രോഗികളെ വലയ്ക്കുന്ന ഒരു തീരുമാനമാണത്. പക്ഷേ അവർ പറയുന്നതിൽ ഒരു കാര്യം, 75 കോടി രൂപയോളം ഈ മരുന്ന് വിതരണക്കാർക്ക് ലഭിക്കാനുണ്ട്. അതിൽ ചെറിയ തുകയെങ്കിലും ലഭിച്ചില്ലെങ്കിൽ മരുന്ന് വിതരണം പൂർണ്ണമായും തിങ്കളാഴ്ച മുതൽ നൽകില്ല എന്ന് നിലപാടെടുക്കുന്നു മരുന്ന് വിതരണക്കാർ. സ്പോട്ട് ലൈവ് വീണ്ടും നാളെ കാണാം. നമസ്കാരം.